ഫിഫ വേൾഡ് കപ്പ് ഇന്ന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു മത്സരം കൂടി ഉള്ളൂ വിജയികൾ ആരെന്ന് തീരുമാനിക്കാൻ. ഫുട്ബോൾ മൈതാനത്ത് കിരീടത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫുട്ബോൾ മൈതാനത്തിന് പുറത്തും വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. ഇത് ഗോളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മത്സരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കളിക്കാരെക്കുറിച്ചോ അല്ലെങ്കിൽ ചാമ്പ്യന്മാരെക്കുറിച്ചോ അല്ല. ഫുട്ബോൾ മൈതാനത്തിന് പുറത്ത് നൽകുന്ന ആഗോള രാഷ്ട്രീയങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചുമാണ്. കേരളത്തിന്റെ ഫുട്ബോൾ സംസ്കാരത്തെ ഇത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഫുട്ബോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ശൂന്യതയിൽ നിന്നുണ്ടായതില്ല. ഓരോ ലോകകപ്പും ഫുട്ബോളിലെ ഗോളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ ഉള്ള ചർച്ച മാത്രമല്ല ഉണ്ടാകുന്നത്. അതിന് പിന്നിലുള്ള പല രാഷ്ട്രീയ സംഘർഷങ്ങളെയും ജനങ്ങളുടെ വിഷമങ്ങളെയും കൂടി ചർച്ചയാകുന്നു. പതിറ്റാണ്ടുകളായി നമ്മൾ പറയുന്നത് ഫുട്ബോൾ എന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങളിലൊന്നാണ്. എന്നാൽ ലോകത്തിലെ ജനപ്രിയമായ കായിക വിനോദങ്ങൾ എന്നതിനപ്പുറം ഫുട്ബോളിന് പിന്നിലും വലിയൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ഫുട്ബോൾ വലിയൊരു രാഷ്ട്രീയത്തിന്റെ കണ്ണാടി കൂടിയാണ്. ഈ ഫിഫ ലോകകപ്പും അതിൽ നിന്നും വ്യത്യസ്തമല്ല. കാരണം യുദ്ധഭീതി നിൽക്കുന്ന പശ്ചിമേഷ്യയും ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ നാശനഷ്ടം വിതച്ച ഗസയും അതുമാത്രമല്ല വർദ്ധിച്ചു വരുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ ധ്രുവീകരണവും ഈ ഒരു സമയത്തിലൂടെയാണ് ഈ വേൾഡ് കപ്പ് പോലും പോകുന്നത്. ഫുട്ബോളിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നാം കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫുട്ബോളിന്റെ പല മത്സരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, റഫറിങ്ങിന്റെ വിഷയങ്ങളെക്കുറിച്ച് പോലുമുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേരളത്തിൽ പോലും ജനങ്ങൾക്കിടയിൽ വലിയ സംസാരമുണ്ടാക്കി, അല്ലെങ്കിൽ ചർച്ചയായി. അങ്ങനെ വീണ്ടും ഫുട്ബോൾ ജിയോ പൊളിറ്റിക്സിനൊപ്പം ഇടം നേടി. അതിശയിപ്പിക്കുന്ന കാര്യം രാഷ്ട്രീയം ഫുട്ബോളിൽ എത്തിച്ചേരുന്നതല്ല, എന്നാൽ കേരളത്തിൽ അതിന് എത്രത്തോളം ആഴമുണ്ടായി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളോളമായി ഓരോ വേൾഡ് കപ്പിലും മലയാളികൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം പോലെയാണ് അതിനെ കാണുന്നത്. വേൾഡ് കപ്പ് ഒരു കളി എന്നതിനപ്പുറം മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയായിട്ടാണ് മലയാളികൾ അതിനെ കണ്ടിരുന്നത്. ഇവിടെ വലിയ കട്ടൗട്ടുകൾ ഉയരുന്നു. ഓരോ താരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെ സപ്പോർട്ടേഴ്സും അവരുടെ രാജ്യത്തിന് നിറമായ നീല, മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ പെയിന്റുകൾ പല ഭാഗങ്ങളിലായി അവർ അടിച്ച് തങ്ങളുടെ ടീമിനോടുള്ള സ്നേഹം അവർ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ചുവപ്പ് എന്ന് ഉദ്ദേശിച്ചത് പോർച്ചുഗൽ, സ്പെയിൻ പോലെ രാജ്യത്തിന്റെ പതാകകളുടെ കളറിനെയാണ് സൂചിപ്പിച്ചത്. കട്ടൗട്ടുകൾക്കായി ഗ്രാമങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ അർജന്റീന, ബ്രസീൽ എന്ന് പറഞ്ഞ് വിഭജനമുണ്ടാകുന്നു. പരസ്പരം തമാശകളിലൂടെ, കളിയാക്കലിലൂടെ അവർ സൗഹൃദം പങ്കിടുന്നു. വലിയ രീതിയിലുള്ള ഒത്തൊരുമ ഈ ഫുട്ബോളിലൂടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ ശരിക്കും 1980കളുടെ തുടക്കത്തിൽ ഡീഗോ മറഡോണയുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ ഫുട്ബോളിന് കൂടുതൽ ഊർജ്ജസ്വലവും അർജന്റീനൻ ടീം ഒരു ടീം എന്നതിനപ്പുറം ഒരു വൈകാരികമായി മാറിയത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവികൾക്കിടയിൽ. കാരണം ചെഗുവേരയും ഫിഡൽ കാസ്ട്രോയുടെയും അദ്ദേഹത്തിന്റെ അനുഭാവവും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ നിലപാടും കൊണ്ടും കേവലം മറഡോണ ഒരു നല്ല കളിക്കാരി എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള ആ ഒരു തൻ്റെ ഇടം കൊണ്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാണികൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ബ്രസീൽ ഫുട്ബോളിന്റെ സൗന്ദര്യമാണെങ്കിൽ അർജന്റീന വിപ്ലവത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായിരുന്നു. പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ കേരളത്തിൽ പോർച്ചുഗീസ് ടീമിനും വലിയ സ്വാധീനമുണ്ടായി. എന്നാൽ യൂറോപ്യൻ ലീഗ് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രചാരം നേടി. അത് ലോകത്ത് ആകമാനം വലിയ ആരാധകരെ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാലീഗയും ലോകകപ്പ് പോലെ ജനങ്ങൾ സ്വീകരിച്ചു. എന്നാൽ കേരളത്തിന്റെ ഫുട്ബോൾ സംസ്കാരത്തിന് എപ്പോഴും ഉണ്ടായ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഫുട്ബോൾ എന്നത് കേവലം ഒരു മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒരു പാർട്ടിയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഉദാഹരണം, ഇപ്പൊ അർജന്റീന, ബ്രസീൽ, ഇതിൽ കോൺഗ്രസ് ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, BJP ഉണ്ടാവും, മുസ്ലിം ലീഗുകാരുണ്ടാവും, ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും. അങ്ങനെ ജാതിമത ഭേദമന്യേ അതിന്റെ വരമ്പുകൾക്കപ്പുറമായിരുന്നു കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഫുട്ബോൾ കളിയും അവരുടെ ടീമിനെയും സ്നേഹിച്ചിരുന്നത്. അതാണ് കേരളത്തിന്റെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ സംസ്കാരം. എന്നാൽ കഥ മാറുന്നത് ഈ വേൾഡ് കപ്പ് മുതലാണെന്ന് ചെറിയ തോന്നലുകൾ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ അർജന്റീന ഈജിപ്ത് മത്സരത്തിന് ശേഷം കളിയിലെ അർജന്റീനയുടെ മികവിനെ കുറിച്ചോ അല്ലെങ്കിൽ കളിയുടെ ശൈലിയെക്കുറിച്ചോ മെസ്സിയുടെ കളികളെക്കുറിച്ചോ അല്ല സംസാരിച്ചത്, അല്ലെങ്കിൽ റഫറിങ് തീരുമാനങ്ങളെ കുറിച്ചല്ല അവിടെ സംസാരിച്ചത്. പലരും അതിൽ രാഷ്ട്രീയം കലർത്താൻ തുടങ്ങി. ചിലർ അർജന്റീന ടീമിനെ സൈനസത്തിന്റെ ഭാഗമാണെന്ന് അടിച്ചാക്ഷേപിക്കാൻ വരെ തുടങ്ങി. പിന്നീട് സ്പോർട്സുമായി ബന്ധപ്പെട്ട പല സോഷ്യൽ മീഡിയ പേരുകളും പല യൂട്യൂബ് ചാനലുകളും പല ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും അങ്ങനെ പലതും പിന്നീട് ചർച്ചയാകേണ്ടി വന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ആ കളികളെക്കുറിച്ച് അവർക്ക് പറയുന്നതിനപ്പുറം സയൻസോ മറ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ പല കാര്യങ്ങളും അർജന്റീന ടീമിനെതിരെ ആക്ഷേപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി തിരിച്ചും രാഷ്ട്രീയപരമായുള്ള ചർച്ചകളിലേക്ക് കടന്നു. പിന്നീട് നമ്മൾ ആ പേജുകളിൽ കണ്ടത് കേവലം കളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല,
കൂടുതലും രാഷ്ട്രീയമായ വിഷയങ്ങളായിരുന്നു. ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സംഭവങ്ങളും യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ രീതിയിലേക്ക് മാറി. അങ്ങനെ ഫുട്ബോളിന്റെ സൗന്ദര്യത്തിൽ തന്നെ അത് ബാധകമായി. കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകളും അദ്ദേഹം റഫിങ്ങിന്റെ പല കാര്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളും വലിയ രീതിയിൽ കേരളത്തിലും മറ്റു ആഗോള സമൂഹത്തിലും വലിയ ചർച്ചയായി. അതും ഫുട്ബോളിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നതിന് തുല്യമായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കൾ പോലും ഈ മത്സരത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. മുൻ CPM നേതാവും മുൻ കേരളത്തിലെ മന്ത്രിയുമായ MB രാജേഷ് പോലും എന്താണ്, അദ്ദേഹം കടുത്തൊരു അർജന്റീന ആരാധകനാണ്. അദ്ദേഹം പോലും ആ മത്സരത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫുട്ബോളിനെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് വേർതിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൂടാതെ ഇന്നത്തെ ഹിന്ദുത്വ ടീമുകൾ വലിയ രീതിയിലുള്ള ഒരു അജണ്ട തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ജിഹാദ് എന്നാണ് അതിൻ്റെ പേര്. അവർ പറയുന്നത് ഫുട്ബോളിനെ വലിയ രീതിയിൽ ഇസ്ലാമികവൽക്കരിച്ചെന്നും ഒരു വിഭാഗം ആളുകൾ, ഒരു പ്രത്യേക വിഭാഗം ആളുകൾ പ്രത്യേക രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും പല രീതിയിലും ഫലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്നതും അവരെന്ത് ചെയ്തു, ഫുട്ബോളിനെ ഒരു ജിഹാദാക്കി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇതിനെ എന്താ പറയുക കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ആൾക്കാർ ഇതിൽ കൂടുതൽ പങ്കാളികളാകുന്നു എന്ന് പറഞ്ഞ് ജനൻ TV പോലുള്ള ചാനലുകളിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കുന്ന മുസ്ലിം താരങ്ങൾ അവർ ഗോൾ അടിച്ചതിന് ശേഷം അവർ നന്ദി സൂചകമായി ഗ്രൗണ്ടിൽ സുജൂദ് ചെയ്യുന്നു. അതിനെ അവർ വലിയ രീതിയിൽ വിമർശിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം ഉയരുന്നു, ഒരേ മാനദണ്ഡത്തിൽ എന്തുകൊണ്ടാണ് രണ്ട് ന്യായങ്ങൾ വരുന്നത്? ഗോൾ അടിച്ചതിന് ശേഷം ക്രിസ്ത്യൻ താരങ്ങൾ കുരിശടയാളം വരയ്ക്കുന്നതും അവർ ആകാശത്തേക്ക് നോക്കി നന്ദി പറയുന്നതും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. അതിനെ എല്ലാവരും സാധാരണ രീതിയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവർ നന്ദിപ്രകടനം കാണിക്കുമ്പോൾ അത് വലിയ ജിഹാദും അതിനെ വലിയ തെറ്റായ രീതിയിലും ചിത്രീകരിക്കുന്നു. ഇതാണ് ഫുട്ബോളിനെ കായികപരമായ ചർച്ചകൾക്കപ്പുറം രാഷ്ട്രീയപരമായ രീതിയിലുള്ള വിഭജനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ രണ്ട് വിഭാഗങ്ങളും ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള തെറ്റാണ്. ഒരു വിഭാഗം ഫുട്ബോൾ ടീമിന് അല്ലെങ്കിൽ സർക്കാർ നയത്തിന്റെ പേരിൽ, പല സർക്കാരുകൾക്കും പല നയങ്ങളായിരിക്കാം, സർക്കാർ നയത്തിന്റെ പേരിൽ അത് ആ ടീമിന്റെ നയം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. മറ്റൊരു വിഭാഗമോ പല ആളുകളും അവർ തൻ്റെതായ മതപരമായ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിനെ ഒരു ജിഹാദായും അത് ഫുട്ബോളിനെ ഇസ്ലാമികവൽക്കരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ വിമർശിക്കുന്നു. രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നില്ല. ഓരോ രാജ്യത്തിനും അവിടുത്തെ സർക്കാരിന് പല നിലപാടുകളുണ്ടാകും. പല നിലപാടുകൾ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവും, പല നിലപാടുകൾ അവിടുത്തെ ജനങ്ങൾ എതിരുണ്ടാകാം. പക്ഷെ അത് ടീമുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ടീമിനെ കൂടി കലർത്തി അല്ലെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയപരമായി എടുക്കുന്ന ഈ രീതികൾ ഫുട്ബോളിന്റെ സൗന്ദര്യത്തെ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. കാരണം അവിടെ ഫുട്ബോളിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നില്ല, കേവലം രാഷ്ട്രീയവും മറ്റു വിഷയങ്ങളിലേക്കും ചർച്ച മാറുന്നു. പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഫുട്ബോൾ വളരുന്നത് മതപരമായോ അല്ലെങ്കിൽ മറ്റു ജാതീയപരമായോ രീതിയിലുള്ള സ്വാധീനം കൊണ്ടല്ല, അതിനപ്പുറമായിരുന്നു നമ്മുടെ ഫുട്ബോളിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരമ്മ പറ്റ മക്കൾ പോലെ ഒരേ കുടക്കീഴിൽ ഒരൊറ്റ ജനത എന്ന രീതിയിൽ കൊണ്ടുപോയ ഒരു കായിക ഇനമായിരുന്നു ഫുട്ബോൾ. എന്നാൽ ഇന്ന് ഫുട്ബോൾ വലിയ രീതിയിൽ മതപരമായ രീതിയിൽ തന്നെ വിഭജനം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഫുട്ബോൾ ലോകത്തിനെ ഒന്നിപ്പിക്കാനുള്ള ഒരു കളിയാണ്. എന്നാൽ രാഷ്ട്രീയം അതിനെ വിഭജിക്കാനുള്ള ഒരു കണ്ണാടിയായി മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് കലയാണ്.